നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ രാജ്യത്തേക്ക് ചെല്ലും, അവിടെ ചെന്ന് രാജ്യം ഭരിക്കൂ. നിങ്ങൾ ക്ഷത്രിയന്മാരാണല്ലോ, ക്ഷത്രിയകുമാരന്മാരാണല്ലോ, രാജ്യം ഭരിക്കൂ. നിങ്ങൾ മാരിഷ എന്ന് പേരായിട്ടുള്ള ഒരു കുട്ടിയുണ്ട്. ആ മാരിഷയെ വിവാഹം കഴിച്ച് നിങ്ങളങ്ങനെ സുഖമായിട്ട് കഴിക്കൂ. 10 പേരാണല്ലോ പ്രദേശങ്ങൾ. ഇവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു ഭാര്യ. ഇതാണ് ഭഗവാൻ നിശ്ചയിച്ചത്. ശരി എന്ന് പറഞ്ഞ് പ്രജേസുക്കൾ ഭഗവാൻ പറഞ്ഞു, പ്രജേസുക്കൾ തിരിച്ച് രാജ്യത്തേക്ക് പുറപ്പെടുക. അവർ 10,000 വർഷമായി ഇത്ര ഈ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് തപസ്സിക്കുന്നു. അവർക്കുണ്ടോ വഴിയറിയണു? എങ്ങനെയാ പോകാന്നറിയില്ല രാജ്യത്തേക്ക്. എന്ന് മാത്രമല്ല, അവിടെയൊക്കെ ഇങ്ങനെ കാട് പിടിച്ചേക്കുന്നു, നിറയെ വൃക്ഷങ്ങൾ, ഇടതോർന്ന വൃക്ഷങ്ങൾ ഇങ്ങനെ, അങ്ങനെ ഭയങ്കര കൊടും കാടായിരിക്കണം. അപ്പൊ ഈ പ്രജാസുകൾക്ക് ദേഷ്യം വന്നു. ഇങ്ങനെ വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാരണം വഴി മനസ്സിലാവില്ല. അപ്പൊ അവരുടെ കോപത്തിൽ നിന്ന് ഒരു അഗ്നി ഉണ്ടായി. അങ്ങനെ വൃക്ഷങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ ധാരാളം നശിക്കുന്നത് കണ്ടപ്പോൾ വേഗം വൃക്ഷദേവതകളൊക്കെ വന്ന് അവരോട് കോപമടക്കണം, ക്ഷമാപണമൊക്കെ ചെയ്തു. അപ്പൊ അവര് തൽക്കാലം നിർത്തിവെച്ചു. അപ്പൊ വൃക്ഷങ്ങൾക്ക് സന്തോഷമായി. അവരുടെ വളർത്തുപുത്രിയാണ് വാർക്ഷി എന്നുകൂടി പേരുള്ള, വൃക്ഷങ്ങൾ വളർത്തിയത് കൊണ്ട് വാർക്ഷി എന്ന് പേര്. ആ കുട്ടിയുടെ പേര് മാരിഷ എന്നാണ്. ഭഗവാൻ പറഞ്ഞ കുട്ടിയാണ്. ആ കുട്ടിയെ കല്യാണം ചെയ്തു കൊടുത്തു. ഈ കുട്ടി വൃക്ഷങ്ങളുടെ കുട്ടിയാണോ? ഇല്ല, വൃക്ഷങ്ങൾ എടുത്തു വളർത്തിയതേ ഉള്ളൂ. പിന്നെ ആരുടെ കുട്ടിയാണ്? കണ്ടു എന്ന് പേരായിട്ടുള്ള ഒരു മഹർഷിയുടെ കുട്ടിയാണ്. കണ്ടു എന്നാ പേര്. കണ്ടു എന്ന് മഹർഷി. അങ്ങനെ പല ആൾക്കാരുണ്ട്. ഹൂ എന്ന് ഗന്ധർവൻ, ഇങ്ങനെയൊക്കെ കുറെ ആൾക്കാരുണ്ട്. കണ്ടു എന്ന് പേരായിട്ടുള്ള മഹർഷി. ഭാര്യയുടെ പേര് കേട്ടു എന്നല്ല, പ്രമ്ലോജ എന്നാണ്. പ്രമ്ലോജ എന്ന് പേരായിട്ടുള്ള അപ്സരസ്. ആ അപ്സരസിലുണ്ടായ കുട്ടിയാണ്. അപ്പൊ ഈ അപ്സരസുകൾക്ക് ഒരു പ്രത്യേകതയുണ്ടല്ലോ, അവര് കുറച്ച് കഴിഞ്ഞാൽ പോകും. അവരൊരു ടേമൊക്കെ ഉണ്ട്, കഴിഞ്ഞാൽ പോകും. ഇതുപോലെ പല അപ്സരസുകളുടെ കുട്ടികളെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട്. ശകുന്തളയെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. മേനക ഉപേക്ഷിച്ചു പോയി. അപ്പോഴാണ് കണ്വ മഹർഷി എടുത്ത് വളർത്തുന്നത്. ഏതായാലും ഇവിടെ വാർക്ഷിയെ വിവാഹം ചെയ്തു. അങ്ങനെ അവര് രാജ്യത്ത് പോയി ദീർഘകാലം ഒരു രാജ്യം ഭരിച്ചു. അവർക്ക് യഥാകാലം വാർക്ഷിയിൽ ഒരു പുത്രനുണ്ടായി. അയാളാണ് ദക്ഷൻ. നമ്മൾ ഇന്നലെ ദക്ഷന്റെ കഥ കേട്ടു. ആ ദക്ഷൻ ആടിന്റെ തല വെച്ച് ജീവിച്ചു എന്നൊക്കെ കേട്ടു. ആ ജന്മത്തിന് ശേഷം ആ ദക്ഷൻ ഈ പ്രജേസുകളുടെ പുത്രനായിട്ട് മാരിഷയിൽ ജനിക്കുകയാണ്. അപ്പോൾ ആ ദക്ഷനെ പ്രാജേതസ് ദക്ഷൻ നമുക്ക് പറയാം. പ്രജേസുകളുടെ മകനായതുകൊണ്ട് പ്രാജേതസ് ദക്ഷൻ. ഇങ്ങനെ ദീർഘകാലം രാജ്യം ഭരിച്ചത് കൊണ്ട് അവർക്ക് പണ്ട് അവർ 10,000 കൊല്ലം തപസ് ചെയ്തതാണ് ആ രുദ്രഗീതം എന്ന മന്ത്രമൊക്കെ ജപിച്ച്. എങ്കിലും ദീർഘകാലത്തെ ഈ രാജ്യഭരണവും ഭൗതികമായിട്ടുള്ള കുറെ കാര്യങ്ങളിലും പെട്ട്, വിഷയങ്ങളിലും പെട്ട് അവര് പണ്ടത്തെ ആ തപസ്സൊക്കെ മറന്നുപോയി, ആ മന്ത്രമൊക്കെ മറന്നുപോയി. അങ്ങനെയാ, ഏത് മന്ത്രമായാലും അങ്ങനെയാണ്. വല്ലപ്പോഴും പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിങ്ങനെ നിരന്തരം, ഏത് പ്രവൃത്തിയും പോലെ നിരന്തരം പ്രയോഗിച്ചില്ലെങ്കിൽ ഓർമ്മയൊന്നും വരില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഒരിക്കൽ നാരദ മഹർഷി അവിടെ വന്നു. നാരദ മഹർഷിയെ കണ്ടപ്പോഴാണ് ഇവർക്ക് ഓർമ്മ വന്നത്, തങ്ങളും ഇതുപോലെ ഭഗവാന്റെ നാമങ്ങളൊക്കെ ജപിച്ച് കുറെ കാലം തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താൻ സാധിച്ചവരാണ്. പക്ഷേ
ഇപ്പതാ എല്ലാം പോയിരിക്കുന്നു. അവർക്ക് മനസ്സിലായി, അവർക്ക് ഓർമ്മ വന്നു, ഈ ഭൗതികമായിട്ടുള്ള ഈ രാജപദവിയും മറ്റും വളരെ ശുഷ്കമാണ്. വേണ്ടത് ആ ഭഗവാനെ ആശ്രയിക്കൽ തന്നെയാണ്. ഏതായാലും ഒരു പുത്രനുണ്ടായി, അയാൾ വളർന്ന് വലുതായി. ഇനിയിപ്പോൾ അയാളെ രാജ്യഭാരം ഏൽപ്പിച്ച് നമുക്ക് ശ്രേയസിനുള്ള വഴി നോക്കുകയാണ് വേണ്ടത് എന്ന് നിശ്ചയിച്ച് അവര് നാരദ മഹർഷിയോട് ഒന്നുകൂടി തത്വം ഉപദേശിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ നാരദ മഹർഷി അവർക്ക് ഭഗവത് തത്വങ്ങളൊക്കെ ഉപദേശിച്ചു. അവര് ദക്ഷനെ രാജാവായിട്ട് അഭിഷേകം ചെയ്ത് 10 പേരും പോയി. ഇങ്ങനെ പ്രജയസ്സുക്കളുടെ കഥയോടുകൂടിയാണ് 4ാമത്തെ സ്കന്ധം സമർപ്പിക്കുന്നത്. അപ്പോ 3ഉം 4ഉം സ്കന്ധങ്ങൾ വിതുര മൈത്രേയ സംവാദ രൂപത്തിലാണ് ഈ ഭാഗവതത്തിൽ. നമ്മൾ കേട്ടുവല്ലോ, 3ാമത്തെ സ്കന്ധത്തിൽ വിതുരൻ ഉദ്ധവനെ കണ്ടുമുട്ടുന്നതും പിന്നീട് വിതുരൻ മൈത്രേയ മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ കേട്ടുല്ലോ. സുഖായ കർമാണി കരോതി ലോക അതൈ സുഖം വാന്യത് പാരമമ്പ എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും സുഖത്തിന് വേണ്ടി കർമ്മം ചെയ്യണു, പക്ഷേ അവർക്ക് സുഖം കിട്ടണില്ല. ദുഃഖത്തിന് വേണ്ടി ആരും ഒന്നും ചെയ്യണില്ല, പക്ഷെ ദുഃഖം ധാരാളം കിട്ടുന്നുണ്ട് എന്നൊക്കെ തുടങ്ങി വിതുരന്റെ ചോദ്യങ്ങൾ. അതിനുള്ള മറുപടിയായിട്ടാണ് മൈത്രേയ മഹർഷി ഭഗവാന്റെ സൃഷ്ടി തുടങ്ങിയിട്ടുള്ള ലീലകളെ കുറിച്ചൊക്കെ വർണ്ണിച്ചത്. അപ്പൊ ബ്രഹ്മസൃഷ്ടിയിലാണ് നമ്മൾ വരാഹാവതാരം തുടങ്ങിയിട്ടുള്ള കഥകളൊക്കെ 3ാമത്തെ സ്കന്ധത്തിൽ കപിലാവതാരം എന്നൊക്കെ നമ്മൾ കേട്ടത്. 4ാമത്തെ സ്കന്ധത്തിൽ ആ മനുവിന്റെ വംശം വർണ്ണിച്ചു വരുമ്പോൾ ദക്ഷയാഗം, ധ്രുവചരിതം, പൃഥ്വിചരിതം, പ്രതിഞ്ചരോപാഖ്യാനം ഒക്കെ കേട്ട് അവസാനം ഈ പ്രജയസുക്കളുടെ കഥയും പറഞ്ഞ് നിർത്തിയപ്പോൾ വിതുരൻ വേഗം നമസ്കരിച്ചു. മൈത്രേയ മഹർഷിയെ നമസ്കരിച്ച് അവിടെ പോയി. കാരണം എന്താ, വിതുരന് ഇത്രയും മതി. എല്ലാവർക്കും ഇപ്പൊ എല്ലാം കേട്ടോളണമെന്നില്ല. ചിലർക്ക് കുറച്ച് കേട്ടാൽ മതി, കാര്യം മനസ്സിലാവും. ചിലർക്ക് ഇതിപ്പോ 100 പ്രാവശ്യം കേട്ടാലും വായിച്ചാലും ചിലപ്പോ പിന്നെയും വലിയ പിടുത്തൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വിതുരന് കാര്യം മനസ്സിലായി. അദ്ദേഹം പോയി. അദ്ദേഹം നേരെ പോയത് തന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ധൃതരാഷ്ട്രയെയും ഗാന്ധാരിയെയും ഒന്ന് രക്ഷപ്പെടുത്തണം ഉദ്ദേശിച്ച് ഹസ്തിനപുരിയിലേക്കാണ് പോയത്. ആ രംഗം നമ്മൾ 1ാമത്തെ സ്കന്ധത്തിൽ കണ്ടു. അപ്പൊ 5ാമത്തെ സ്കന്ധം പിന്നെ ആരംഭിക്കുന്നത് പ്രിയവ്രതന്റെ കഥ പറഞ്ഞുകൊണ്ടാണ്. പ്രിയവ്രതൻ മനുവിന്റെ പുത്രൻ തന്നെയാണ്. മനുവിന്റെ മൂത്ത പുത്രനാണത്രേ പ്രിയവ്രതൻ. അപ്പൊ എന്താ അദ്ദേഹത്തിന്റെ കഥ ആദ്യം പറയാഞ്ഞത് എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് സത്യത്തിൽ ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ജന്മന കുറച്ച് വിരക്തനാണ്. അദ്ദേഹത്തിന് രാജ്യകാര്യങ്ങളിൽ താല്പര്യമില്ല, കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. അങ്ങനെ അദ്ദേഹം കുട്ടിക്കാലത്ത് തന്നെ അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് തന്നെ അദ്ദേഹം നാരദ മഹർഷിയുടെ ആശ്രമത്തിൽ പോയി പലവിധ സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ താമസിക്കുകയാണ്. ധ്യാനം പരിശീലിക്കുന്നുണ്ട്, നാമജപാദികള്, പുരാണപാരായണാദികളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ ഒരു ബ്രഹ്മചാരിയായിട്ട് ഇങ്ങനെ കൂടുകയാണ്, ഒരു തപസ്വിയായിട്ട് ഇങ്ങനെ കൂടുകയാണ്. അപ്പൊ മനു വന്നു പറഞ്ഞു, അച്ഛൻ വന്നു പറഞ്ഞു, ഇതൊക്കെ പിന്നെ ആവാം, രാജ്യം ഭരിക്കാൻ ആളില്ല, നിന്റെ പ്രധാന ചുമതലയാണ് രാജ്യം ഭരിക്കേണ്ടത്, അതാദ്യം ചെയ്യൂ. അതുപോലെ വംശം വർദ്ധിക്കണം, അതിന് വിവാഹം ചെയ്യണം, കുട്ടികളുണ്ടാവണം. പക്ഷെ ഒന്നും കൂട്ടാക്കിയില്ല. അങ്ങനെ പലരും വന്ന് ഉപദേശിച്ചു, പക്ഷെ അദ്ദേഹത്തിന് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. അവസാനം ബ്രഹ്മാവ് തന്നെ വന്നു. ബ്രഹ്മാവ് പറഞ്ഞു, നിനക്ക് ഇങ്ങനെ ഒരു സന്യാസം സ്വീകരിക്കാനുള്ള യോഗ്യതയായി എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എവിടെ ഇരുന്നാലും, രാജ്യത്തായാലും നാട്ടിലായാലും കാട്ടിലായാലും എവിടെ ഇരുന്നാലും ആറ്
ശത്രുക്കള് കൂടെയുണ്ട്. ആ ശത്രുക്കള് നല്ല ശക്തരായിട്ടിരിക്കുമ്പോൾ കാട്ടിൽ വന്നിരുന്നാലും കാര്യമില്ല. ആരാ ശത്രുക്കള്? അഞ്ചിന്ദ്രിയങ്ങളും മനസ്സും. അപ്പൊ ഇന്ദ്രിയങ്ങളും മനസ്സും നല്ല ശക്തമായിട്ടിരിക്കുമ്പോൾ നമ്മൾ കാട്ടിൽ വന്നിരുന്നു എന്നുള്ളത് കൊണ്ട് വലിയ കാര്യമില്ല. മനസ്സുകൊണ്ട് അപ്പോഴും നമ്മൾ വേറെ പലതും അവൻ ചിന്തിക്കാം. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനുമൊക്കെ ഒരു അടക്കം വരണം. ആ അടക്കം വരാൻ വേണ്ടിയിട്ടാണ് ചില ധർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ആദ്യം രാജ്യഭാരമൊക്കെ ഏറ്റ് വിവാഹമൊക്കെ കഴിച്ച് ദാമ്പത്യ ധർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനുമൊക്കെ ഒരു ശമനം വന്നിട്ട് ഇവിടെ വന്ന് പിന്നെ നിനക്ക് തപസ് ചെയ്യാം, മുക്തി മാർഗത്തിൽ നിനക്ക് പ്രവർത്തിക്കാം. അതുവരെ നീ ലോകത്ത് പ്രവർത്തിക്കണം. ഇനിയിപ്പോ ലോകത്ത് പ്രവർത്തിക്കുമ്പോ ഇതൊന്നും ചെയ്തുകൂടാന്നില്ല, നാമം ജപിച്ചുകൂടാന്നില്ല. ലോകത്ത് പ്രവർത്തിക്കുമ്പോഴും ഭഗവാനെ സ്മരിക്കാം, കീർത്തനം ചെയ്യാം, സജ്ജനങ്ങളെയൊക്കെ വിളിച്ച് രാജാവാണല്ലോ, എപ്പോ വേണമെങ്കിൽ സപ്താഹം നടത്താം. ഇത്രയൊന്നും പ്രാരബ്ധമില്ല, രാജാവല്ലേ. സ്ഥിരമായിട്ട് വേണമെങ്കിൽ ഒരു വായനക്കാരനെ വിളിച്ചിട്ട് അവിടെ എത്താം. സ്ഥിരമായിട്ട് ഇത്ര സമയം, രാവിലെ ഇത്ര സമയം വായിക്കുക, കുറച്ചു നേരം എന്തെങ്കിലും കഥയൊക്കെ പറയാ, കീർത്തനം ഇത് ചെയ്യുക എന്നൊക്കെ, അങ്ങനെയൊക്കെ നിശ്ചയിക്കാം. അപ്പൊ ഇത് നാട്ടിലും പറ്റും, കാട്ടിൽ വന്നോളണം നിർബന്ധമില്ല. ഏതായാലും നീ ഇപ്പോ പോയിട്ട് ആ രാജ്യഭാരം ഏൽക്കണം, വിവാഹം കഴിക്കണം, അങ്ങനെ ദാമ്പത്യ ധർമ്മമൊക്കെ അനുഷ്ഠിക്കണം, ഗാർഹസ്ഥ്യധർമ്മം ഒക്കെ വേണ്ട പോലെ ചെയ്യണം, രാജധർമ്മം അനുഷ്ഠിക്കണം എന്നൊക്കെ കാര്യമായിട്ട് ബ്രഹ്മാവ് ഉപദേശിച്ചപ്പോൾ അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നി. അങ്ങനെയാണ് അദ്ദേഹം തിരിച്ചു വന്നത്. അപ്പൊ കുറെ കാലത്തേക്ക് അദ്ദേഹം മിസ്സിംഗ് ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കഥ ഒത്തിരി ലൈറ്റായത്. മൂത്തയാളാണ്. പക്ഷേ ഇദ്ദേഹം തിരിച്ചു വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ശ്രീശുഖ ബ്രഹ്മർഷി പറയാ, ഇദ്ദേഹത്തെ പോലെ കർമ്മം ചെയ്യാൻ ഈശ്വരന് മാത്രമേ പറ്റൂ. അത്ര ഗംഭീരമായിട്ടാണ് ഇദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ നടത്തുന്നത്. അദ്ദേഹം 2 വിവാഹം ചെയ്തു. അതിൽ ഒരു ഭാര്യയിൽ 3 പുത്രന്മാര്, മറ്റൊരു ഭാര്യയിൽ 10 പുത്രന്മാരും ഒരു പെൺകുട്ടി, ഒരു പുത്രി. അതിൽ 3 പുത്രന്മാര് തീവ്ര വിരക്തരായിരുന്നു. അവര് പരമഹംസന്മാരായിട്ട് തീർന്നു, യോഗികളായി പരമഹംസന്മാരായിട്ട് തീർന്നു. അവരെ ആരും ഉപദേശിക്കാനൊന്നും പോയിട്ടുണ്ടാവില്ല. പ്രിയപ്രദനെ ഉപദേശിച്ച പോലെ ആരും ഉപദേശിക്കാനൊന്നും പോയിട്ടുണ്ടാവില്ല. ചിലപ്പോ ഇനി ഉപദേശിച്ചിട്ടും ചിലപ്പോ അവർ നിന്നുണ്ടാവില്ല. ഏതായാലും അവർ പരമഹംസന്മാരായി. 10 പുത്രന്മാരിൽ ഉത്തമൻ താമസൻ കൈവന്നു. ഇങ്ങനെ 3 പേര് 3-ാമത്തെയും 4-ാമത്തെയും 5-ാമത്തെയും മനുക്കളായിട്ട് മാറേണ്ടായത്. അതായത് ഇപ്പോ ആദ്യത്തെ മന്വന്തരമാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ മനുവായിട്ടുള്ള സ്വയംഭൂവ മനുവിന്റെ പുത്രനാണ് പ്രിയപ്രദൻ. ആ പ്രിയപ്രദന്റെ 3 പുത്രന്മാര് 3-ാമത്തെയും 4-ാമത്തെയും 5-ാമത്തെയും മനുക്കളായിട്ട്. പിന്നെ ആഗ്നിധ്രൻ തുടങ്ങി ഒരു 7 പേരുണ്ട്. അഗ്നിധ്രൻ, യുധ്മജിഹ്വൻ, യജ്ഞബാഹു, ഹിരണ്യരേതൻ, കൃതപൃഷ്ഠൻ, മേധാനിധി, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടാണ് അവരുടെ പേരുകൾ. 7 പേര് ക്ഷാത്രധർമ്മം സ്വീകരിച്ച് 7 ദ്വീപുകളുടെ അധിപതികളായിട്ട് തീർന്നു. ഈ പുത്രന്മാർക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. എല്ലാവർക്കും അഗ്നിയുടെ പര്യായമായിട്ടുള്ള പേരുകളാണ്. പുത്രിയുടെ പേര് ഊർജസ്വതി എന്നാണ്. ഊർജസ്വതിയെ വിവാഹം കഴിച്ചത് ശുക്രമഹർഷിയാണ്. അവർക്ക് ഒരു പുത്രി ഉണ്ടായി. ശുക്രമഹർഷിക്ക് ഊർജസ്വതിയിൽ ഉണ്ടായ പുത്രിയാണ് ദേവയാനി.
ദേവയാനിയുടെ കഥ നമ്മൾ 9ാമത്തെ സ്കന്ധത്തിൽ കേൾക്കും. ഇത് അദ്ദേഹത്തിന്റെ വിവാഹ കഥ, കുട്ടികളുടെയും ചെറുതായിട്ടൊരു ചരിത്രം. ഇനി അദ്ദേഹം എത്ര മഹത്തായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ അതിന് കണക്കില്ല. കാരണം അന്ന് ഭൂമി ഒരുമിച്ചിങ്ങനെ കിടക്കാത്തത്, ദ്വീപുകളൊന്നും ആയിട്ടില്ല, ഒരുമിച്ചിങ്ങനെ കിടക്കുക. അപ്പൊ അദ്ദേഹം നോക്കിയപ്പോൾ ഈ സൂര്യാസ്തമയം കഴിഞ്ഞാൽ രാത്രിയാണല്ലോ. രാത്രി കാലത്ത് ആളുകൾ കണ്ടുറങ്ങണം, പകല് മാത്രമേ ജോലി ചെയ്യുള്ളൂ. അദ്ദേഹം ആലോചിച്ചപ്പോൾ ഈ സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായതുകൊണ്ടാണ് ആളുകൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്തത്. ആളുകൾ രാത്രിയും ജോലി ചെയ്തിരുന്നെങ്കിൽ അത്രയും ഐശ്വര്യമുണ്ടാവും. ആളുകൾക്ക് ഐശ്വര്യം ഉണ്ടാവുമ്പോൾ രാജ്യത്ത് അത്രയും സമ്പത്തുണ്ടാവും. അങ്ങനെ ഭൂമി മൊത്തം, അതിലുള്ള എല്ലാ ആളുകൾക്കും ഐശ്വര്യം വർദ്ധിക്കും. എങ്ങനെയായാൽ രാവും പകലും ഇല്ലാതെ ജോലി ചെയ്ത, അതായത് ആളുകളുടെ ഈ താമസ പ്രകൃതി അദ്ദേഹത്തിന് പിടിച്ചില്ല. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഇരുട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹം സൂര്യന്റെ എതിർദിശയിൽ സഞ്ചരിച്ചു. അല്ല, അദ്ദേഹം സഞ്ചരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു രഥത്തിലേറി അങ്ങനെ സഞ്ചരിക്കുകയാണ്. ഇദ്ദേഹത്തിന് അത്രയും തേജസ്സാണ്, സൂര്യന്റെ പോലെ തേജസ്സാണ്. അപ്പൊ എന്താ വെച്ചാൽ സൂര്യൻ അസ്തമിച്ചത് ആളുകൾക്ക് അറിയണില്ല. സൂര്യൻ അസ്തമിച്ചാലും നല്ല നട്ടുച്ച പോലെ പ്രകാശമാണ്. എന്താ കാരണം? ഇദ്ദേഹം രഥത്തിലേറി ഇങ്ങനെ സഞ്ചരിക്കും. അങ്ങനെ ഭൂമി മുഴുവൻ അദ്ദേഹം 7 തവണ ഇങ്ങനെ രഥത്തിലേറി സഞ്ചരിച്ചു. അപ്പൊ 7 തവണ ഭൂമിയിൽ ഇങ്ങനെ ചുറ്റിയപ്പോൾ അദ്ദേഹത്തിന്റെ രഥചക്രം ഉരുണ്ട് 7 സമുദ്രം ഉണ്ടായിരുന്നു. 7 സമുദ്രം ഉണ്ടായപ്പോൾ 7 ദ്വീപുകൾ ഉണ്ടായി. ഭൂമി 7ആയിട്ട് മുറിഞ്ഞു. 7 ദ്വീപുകൾ ഉണ്ടായി. ഈ ദ്വീപുകളുടെ പേര് ജംബു, പ്ലക്ഷം, ശാൽമലി, കുശം, ക്രൗഞ്ചം, ശാകം, പുഷ്കരം. സമുദ്രങ്ങളുടെ പേര് ക്ഷാരോദം, ഇക്ഷുരസോദം, സുരോദം, ശുദ്ധോദം, ദധിമണ്ഡോദം എന്നൊക്കെ ഇങ്ങനെ. അപ്പൊ ഈ സമുദ്രങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. നമ്മളിപ്പോ കാണുന്ന സമുദ്രങ്ങളൊക്കെ ഉപ്പ് സമുദ്രങ്ങളാണ്. പക്ഷെ അന്ന് ഉപ്പു സമുദ്രം ഉണ്ട്. ക്ഷാരോദം, ഇക്ഷുരസോദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരിമ്പിൻ ജ്യൂസാണ് ഒരു സമുദ്രം. ഒരു സമുദ്രം പാല്, ഒരു സമുദ്രം തൈര്, ഇങ്ങനെയൊക്കെ പലതാണ്. പല സമുദ്രങ്ങൾ, 7 സമുദ്രങ്ങളിൽ 7 ദ്രവ്യങ്ങളാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ 7 തവണ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇതുകൊണ്ട് വലിയ പ്രയോജനമില്ല, ആൾക്കാർക്ക് വിശ്രമം ഒരാവശ്യമാണ് എന്ന് ബോധ്യമായി. കാരണം ഈ രാവും പകലും ഇല്ലാണ്ട് വന്നപ്പോൾ ആളുകള് ഇനി എപ്പോഴാ വിശ്രമം? രാവും പകലും കിടന്നു നോക്കാൻ, പകലൊന്നും നോക്കുന്നില്ല, രാവും പകലും ഉറക്കാണ്. ഇദ്ദേഹം തീരുമാനിച്ചു വേണ്ട, അങ്ങനെ അദ്ദേഹം നിർത്തി. ഏതായാലും അദ്ദേഹത്തിന്റെ ആ രാജ്യഭാരം കുറെ അധിക കാലം നീണ്ടു. അവസാനം അദ്ദേഹം തന്റെ 7 പുത്രന്മാരെ ഓരോ ദ്വീപുകൾ ഏൽപ്പിച്ചു. അങ്ങനെ അദ്ദേഹം റിട്ടയർ ചെയ്തു. കാട്ടിൽ പോയി അദ്ദേഹം നാരദ മഹർഷിയുടെ ആശ്രമത്തിൽ പോയി. പിന്നെ ആരും ശല്യപ്പെടുത്താൻ വന്നില്ല. അദ്ദേഹം തപസ് ചെയ്ത് സിദ്ധി നേടി എന്നാണ്. ഇതാണ് പ്രിയവ്രതന്റെ കഥ. അതുകൊണ്ട് ഈ പ്രിയവ്രതനാണ് ഈ 7 ദ്വീപുകളൊക്കെ ഉണ്ടാക്കി ഇത്രയധികം പ്രവർത്തിച്ചയാള്. അതുകൊണ്ടാണ് ശ്രീശുഖ ബ്രഹ്മർഷി പറഞ്ഞത്, ഈ പ്രിയവ്രതനെ പോലെ മറ്റൊരാൾക്കും, ഈശ്വരനൊഴികെ മറ്റൊരാൾക്കും പ്രിയവ്രതനെ പോലെ കർമ്മം ചെയ്യാൻ പറ്റില്ല എന്നാണ്. ആഗ്നിധൻ എന്ന പുത്രനാണ് ജംബൂദ്വീപ്, ആദ്യത്തെ ദ്വീപ്, ജംബൂദ്വീപിനെ ഭരിച്ചത്. അദ്ദേഹം
അദ്ദേഹത്തിന് ഒരാഗ്രഹം, ഭാര്യയായിട്ട് നല്ല സുന്ദരി ദേവസ്ത്രീ, നല്ല അപ്സരസുകളൊക്കെയാണ് സുന്ദരികൾ, ഒരു അപ്സരസിനെ വേണം എന്നൊക്കെ വിചാരിച്ച് അദ്ദേഹം തപസ് ചെയ്തു. കുറേ കാലം തപസ് ചെയ്തു. അപ്പൊ പൂർവജിത്തി എന്നു പേരായിട്ട് ഒരു അപ്സരസ്. ഈ അപ്സരസുകളൊക്കെ ഭൂമിയിൽ വരുന്നത് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ചവിക്കും ആരെങ്കിലും. അപ്പോഴാണ് ഇത്ര കാലം നീ അവിടെ പോകുന്നത്, ഭൂമിയിൽ പോകുന്ന പറയും. ഈ പൂർവ്വജിത്തിക്ക് അങ്ങനെ എന്തോ ശാപം കിട്ടിയിട്ടുണ്ടാവും. പൂർവ്വജിത്തി ഇദ്ദേഹമാണെങ്കിൽ യോഗ്യനാണ്. അപ്പൊ പൂർവ്വജിത്തി വിചാരിച്ചു പിന്നെ ഇദ്ദേഹത്തിന്റെ കൂടെ കൂടാം, ഏതായാലും തപസ് ചെയ്യണടുത്ത് ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ പൂർവ്വജിത്തി അവിടെ ഒന്ന് തപസ് ചെയ്യുന്ന സ്ഥലത്ത് ഡാൻസ് ഒന്നും കളിക്കേണ്ടി വന്നില്ല. അവിടെ ഒന്ന് പോയി ഒന്നിങ്ങനെ നടന്നപ്പോഴേക്കും ഇദ്ദേഹം ഓട്ടക്കണ്ണിട്ട് നോക്കാൻ തുടങ്ങി. അദ്ദേഹം ആ പൂർവ്വജിത്തിയോട്, ഇദ്ദേഹത്തിന് ഈ സ്ത്രീകളോട് സംഭാഷണം ചെയ്യുന്നതിൽ വളരെ വിരുദ് കൂടുതലാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പേരുണ്ട്, ശീശുകൻ പറയുന്നതാണ്, ലലന ആനുനയ വിശാരദ എന്നാണ്. പെണ്ണുങ്ങളെ പാട്ടിലാക്കുന്നതിൽ വിശാരദനാണ്. ഇദ്ദേഹം സംസാരിച്ച് പൂർവ്വജിത്തി പെട്ടു. അങ്ങനെ പിന്നെ തപസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പൂർവ്വജിത്തിയോടുകൂടി അദ്ദേഹം അങ്ങനെ കഴിഞ്ഞു കുറച്ചു കാലം. അവർക്ക് 9 പുത്രന്മാരുണ്ടായി. നാഭി എന്നാണ് മൂത്ത പുത്രന്റെ പേര്. മറ്റുള്ളവർക്ക് കിംപുരുഷൻ, ഇങ്ങനെ തുടങ്ങി ഓരോ പേരുകൾ. പേരറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ജംബൂ ദ്വീപിനെ ഈ 9 പുത്രന്മാർക്ക് ഭാഗിച്ചു കൊടുക്കാൻ വേണ്ടി 9 ആയിട്ട് ഡിവൈഡ് ചെയ്തു. 9 വർഷങ്ങൾ എന്താ പറയാ, രാജ്യങ്ങൾ. ഓരോ രാജ്യത്തിന് അതാത് പുത്രന്മാരുടെ പേരിട്ടു, അങ്ങനെ കൊടുത്തു. ഹരി, കേതുമാലൻ എന്നൊക്കെ പറയും. അങ്ങനെ ഓരോ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഓരോ വർഷങ്ങളെ ഓരോ ആളുകളെ ഏൽപ്പിച്ചു. പൂർവ്വജിത്തി അവനവന്റെ കാലം കഴിഞ്ഞാൽ പോവുമല്ലോ, അപ്സരസുകളൊക്കെ പോയി. പൂർവ്വജിത്തി പോയപ്പോ ആഗ്നേയധ്രന് സഹിച്ചില്ല. അപ്പൊ ആഗ്നേയധ്രൻ ഈ പുത്രന്മാരെയൊക്കെ രാജ്യഭാരം ഏൽപ്പിച്ച് വീണ്ടും പോയി തപസ് ചെയ്ത് പൂർവ്വജിത്തിയുടെ ലോകത്ത് പോയിട്ട്, അപ്സരസുകളുടെ ലോകത്ത് പോയിട്ട് പൂർവ്വജിത്തിയോടുകൂടി വീണ്ടും കുറെ കാലമൊക്കെ കഴിഞ്ഞു. അജനാഭം എന്നാണ് നാഭി ഭരിച്ച ആ രാജ്യത്തിന്റെ പേര്. പിന്നീട് നാഭിയുടെ കഥയാണ് പറഞ്ഞത്. നാഭി ഉത്തമനായിട്ടുള്ള ഒരു രാജാവായിരുന്നു. അദ്ദേഹം ഒരു വിവാഹം കഴിച്ചു, പക്ഷെ കുട്ടികളുണ്ടായില്ല. എത്ര കഴിഞ്ഞിട്ട് കുട്ടികളില്ല. അങ്ങനെ മഹർഷിമാര് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജഗുരുക്കന്മാര് ഒക്കെ ചേർന്ന് ഒരു യാഗം ചെയ്തു. അങ്ങനെ ഭഗവാനെ യാഗത്തിലൂടെ സന്തോഷിപ്പിച്ചു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ ഈ ഋത്വിക്കുകൾ, യാഗം ചെയ്യുന്ന, ഈ ഹോമമൊക്കെ ചെയ്യുന്ന, പൂജയൊക്കെ ചെയ്യുന്ന ആ പൂജാരിമാര്, മഹർഷിമാര് ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഞങ്ങൾ അങ്ങയെ ആരാധിച്ചത് ഞങ്ങളുടെ രാജാവായിട്ടുള്ള നാഭിക്ക് കുട്ടികളില്ല. അപ്പൊ അദ്ദേഹത്തിന് അങ്ങയെ പോലെ ഒരു പുത്രൻ ഉണ്ടാവണം എന്നാണ് ഞങ്ങൾ സങ്കല്പിച്ചത്. ഭഗവാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പൂജയൊക്കെ സ്വീകരിച്ചു. നാഭി നല്ല യോഗ്യനായിട്ടുള്ള ആളാണ്. പക്ഷെ എന്നെ പോലെ ഒരു പുത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനല്ലാതെ എന്നെ പോലെ വേറെ ആരുമില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ പുത്രനായിട്ട് വരാം. അങ്ങനെ ഭഗവാൻ നാഭിയുടെ പുത്രനായിട്ട് ജനിച്ചു. അതാണ് ഋഷഭൻ എന്നു പേരായിട്ടുള്ള അവതാരം. ഋഷഭൻ ഉണ്ടായതോടുകൂടി, ഋഷഭൻ ജനിച്ചതോടുകൂടി ആ അജനാഭത്തിന് എന്തെന്നില്ലാത്ത ഒരു ഐശ്വര്യം ഉണ്ടായിരുന്നു.
ഇന്ദ്രന് പോലും അസൂയയുണ്ടായി. അത്രമാത്രം അജനാഭം എന്ന ആ നാഭിയുടെ രാജ്യം ഐശ്വര്യമുള്ളതായിട്ട് തീർന്നു, സ്വർഗത്തേക്കാൾ ഐശ്വര്യപൂർണമായിട്ട് തീർന്നു എന്നർത്ഥം. അപ്പൊ ഇതിന് കാരണം ഇതിന് ഋഷഭദേവനാണ് എന്ന് ഇന്ദ്രന് മനസ്സിലായി. അസൂയ. ഇന്ദ്രൻ ഈ അജനാഭത്തെ തകർക്കാൻ വേണ്ടിയിട്ട് പേമാരി പെയ്യിക്കുക, അല്ലെങ്കിൽ കുറെ കാലം മഴ പെയ്യാതെ അവിടെ വരൾച്ച ഉണ്ടാക്കാൻ ശ്രമിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് ഇന്ദ്രനാണ് അത്ര ഈ മഴയുടെ ആള്. പക്ഷേ ഈ ഭഗവാൻ എന്ത് ചെയ്തു? ഋഷഭദേവൻ തന്റെ യോഗശക്തി കൊണ്ട് തന്റെ രാജ്യത്ത് വേണ്ട പോലെ മഴ പെയ്യിക്കുക, വേണ്ട പോലെ എല്ലാം ആക്കി തീർത്തു. അപ്പൊ ആളുകൾക്ക് ഒന്നും കൂടി സന്തോഷാവുണ്ടായി. ഇത് കണ്ടപ്പോൾ ഇന്ദ്രന് മനസ്സിലായി താൻ ആരോടാണ് ഈ കളിക്കണത് എന്ന്. ഇന്ദ്രന് പേടിയായി. ഇന്ദ്രൻ തന്റെ പുത്രിയായിട്ടുള്ള ജയന്തിയെയും കൊണ്ട് വന്നു, ഋഷഭദേവന്റെ അടുത്ത് വന്ന് ക്ഷമാപണം ചെയ്തു. ജയന്തിയെ ഋഷഭദേവന് വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ ആ ജയന്തിയിൽ ഋഷഭദേവന് പിന്നീട് 100 പുത്രന്മാരുണ്ടായി. അപ്പോഴേക്കും നാഭി ഋഷഭദേവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്ത് പോവുകയും. മേരുദേവി എന്നാണ് നാഭിയുടെ പത്നി, ഈ ഋഷഭദേവന്റെ അമ്മയായിട്ട് ഉള്ളത്. അവരോടുകൂടി നാഭി പോയി. ഋഷഭദേവൻ ഇങ്ങനെ ഭാര്യയോടും 100 പുത്രന്മാരോടും കൂടി അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള രാജ്യഭാരം. ഋഷഭദേവൻ 100 പുത്രന്മാരെയും വിളിച്ച് ഇരുത്തി ഉപദേശിക്കുത്രേ കുട്ടികളായിരിക്കുമ്പോൾ. അതിഗംഭീരമാണ്. 5-ാമത്തെ സ്കന്ധത്തിലെ 5-ാം അധ്യായം ഋഷഭദേവന്റെ ഉപദേശമാണ്. അദ്ദേഹം പറയാണ്, നായം ദേഹോ ദേഹഭാജാം ലോകേ കഷ്ടാൻ കാമാൻ അർഹതേ വിഭുജാം യേ തപോ ദിവ്യം പുത്രകായേന തുഭ്യം ശുദ്ധേത്യസ്മാത് ബ്രഹ്മസൗഖ്യം ത്വനന്തം. അദ്ദേഹം പറയാ, കുട്ടികളെ, നിങ്ങൾ ഒരിക്കലും ഈ ശരീരമാണ് ഞാൻ എന്ന് അഭിമാനിക്കുന്നു. നായം ദേഹോ ദേഹഭാജാം ലോകേ, ശരീരത്തെ ഞാനെന്ന് അഭിമാനിക്കരുത് എന്ന് മാത്രമല്ല, ഈ ശരീരത്തെ പോഷിപ്പിക്കാനും ശരീരത്തെ സുഖിപ്പിക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ പാടുപെടരുത്. കാരണം ശാരീരികമായിട്ടുള്ള സുഖവും ദുഃഖവും എല്ലാ ജന്തുക്കൾക്കും തനിയെ വരുന്നതാണ്, മനുഷ്യന് മാത്രമുള്ളതല്ല. എല്ലാ ജന്തുക്കൾക്കും ഉള്ളതാണ് ശാരീരികമായിട്ടുള്ള ധർമ്മങ്ങളൊക്കെ. ആഹാരം, നീഹാരം, നിദ്ര, മൈഥുനം, ഇവയാണ് പൊതുവെ എല്ലാ ശരീരമെടുത്ത ജന്തുക്കൾക്കുമുള്ള കാര്യങ്ങൾ. അത് ചെയ്യാൻ വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു ശ്രമമൊന്നും നടത്തേണ്ട കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് തപോദിവ്യം പുത്രകാഹ, തപസ് ചെയ്യണം. എന്തിനാ തപസ് ചെയ്യണത്? തപസ് ചെയ്താലേ ശുദ്ധി വരുള്ളൂ, മനഃശുദ്ധി വരുള്ളൂ. അങ്ങനെ മനഃശുദ്ധി സമ്പാദിച്ചിട്ട് ഇപ്പൊ എന്താ ലാഭം? മനഃശുദ്ധി സമ്പാദിച്ചാൽ നിങ്ങൾക്ക് ബ്രഹ്മസൗഖ്യം അനുഭവിക്കാൻ സാധിക്കും. ഈ ബ്രഹ്മസൗഖ്യം അനുഭവിച്ചിട്ട് ഇപ്പൊ എന്താ ലാഭം? അത് നശിക്കാത്തതാണ്. ദേഹസൗഖ്യം നശിക്കുന്നതാണ്, ബ്രഹ്മസൗഖ്യം നശിക്കാത്തതാണ്. തപോദിവ്യം പുത്രകായേന തുഭ്യം ശുദ്ധേത്യസ്മാൽ ബ്രഹ്മസൗഖ്യം ത്വനന്തം. അതാണ്, അനന്തമാണത്, അതൊരിക്കലും നശിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ബ്രഹ്മസൗഖ്യം അനുഭവിക്കാൻ, ബ്രഹ്മസൗഖ്യം എന്ന് പറഞ്ഞാലോ, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ അദ്വയമായിട്ടുള്ള ജ്ഞാനം, ബോധം എന്നർത്ഥം. ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രജ്ഞാനം ബ്രഹ്മ. ഐതരേയോപനിഷത്ത്, ഐതരേയോപനിഷത്തിലെ മഹാവാക്യമാണ്, ഋഗ്വേദത്തിന്റെ മഹാവാക്യമാണ് പ്രജ്ഞാനം ബ്രഹ്മ, ബോധമാണ് ബ്രഹ്മം എന്ന്. അതുകൊണ്ട് നിങ്ങൾ ആ ബ്രഹ്മസൗഖ്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം തപസ് ചെയ്യേണ്ടത് എന്ന് പറയാണ്.
ആ കുട്ടികൾ അതിനനുസരിച്ച് വളർന്നു. അങ്ങനെയാണ് ഭരതൻ എന്ന ആ ഒരു മഹാനായിട്ടുള്ള മൂത്തപുത്രന്റെ കഥ നമ്മൾ കേട്ടത്. ഭരതൻ പിന്നീട് അജനാഭം ഭരിച്ചതിനാലാണ് ഭാരതം എന്ന് പേരായത്. ഭരതന്റെ സഹോദരന്മാര് 9 പേര് യോഗികളായിരുന്നു. അവരെയാണ് നവയോഗികൾ എന്ന് പറയുന്നത്. കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, വിപ്ലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ, ഇങ്ങനെയാണ് അവരുടെ പേരുകൾ. ഇവര് നിമി മഹാരാജാവിന് നൽകുന്ന ഉപദേശം നമുക്ക് 11ാം സ്കന്ധത്തിന്റെ ആരംഭത്തിൽ കേൾക്കാം. പിന്നീട് 9 പേര് ബ്രാഹ്മണരായിട്ട് തീർന്നു എന്നോ 81 പേര് രാജാക്കന്മാരായിട്ട് തീർന്നു എന്നൊക്കെ പറയും. ഏതായാലും ഋഷഭദേവൻ കുട്ടികളെ രാജ്യഭാരം ഏൽപ്പിച്ച് അവധൂതചര്യയെ സ്വീകരിച്ച് അവധൂതനായിട്ട് സഞ്ചരിക്കാൻ തുടങ്ങി. അവധൂതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകമായിട്ടൊരു വാസസ്ഥാനമില്ല. പിന്നെ സാധാരണ മനുഷ്യർക്കുള്ള ഒരു ധർമ്മവും പാലിക്കില്ല. ഒരു ധർമ്മവുമില്ല. കുളിച്ചാൽ കുളിച്ചു, കഴിച്ചാൽ കഴിച്ചു, അങ്ങനെയൊക്കെ എവിടെയാ കിടക്കുക, എന്താ ചെയ്യുക, ഒന്നുമില്ല. ഇങ്ങനെ നടക്കുക, അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. ഇതാണ് അവധൂതചര്യ. ആർക്കും മനസ്സിലാവില്ല ഇയാള് മഹാജ്ഞാനിയാണെന്ന്. അങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ ചര്യ. അങ്ങനെ ഒരിക്കലും അദ്ദേഹം ഈ ഒരു കാട്ടുതീ, കുടകാചലത്തിൽ ഒരു കാട്ടുതീയിൽ അനേകം പക്ഷിമൃഗാദികൾ ഇങ്ങനെ മരിക്കണത് കണ്ടു അത്രേ. അപ്പൊ അദ്ദേഹം ആ കാട്ടുതീയില് അങ്ങോട്ട് കയറി തന്റെ ദേഹം അതില് ഉപേക്ഷിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ശരീരം ഉപേക്ഷിക്കാൻ സാധിച്ചത് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പക്ഷിമൃഗാദികൾക്കൊക്കെ മുക്തി കിട്ടി എന്നാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവും അത്രേ. മുക്തി അങ്ങനെ വേണമെങ്കിൽ കിട്ടും, പക്ഷെ ഭക്തി അങ്ങനെ കിട്ടില്ല എന്നൊക്കെയാണ് പറയണത്. ഭാഗവതത്തിൽ എപ്പോഴും മുക്തിയേക്കാൾ ശ്രേഷ്ഠമായിട്ട് ഭക്തിയെ കുറിച്ച് ഇങ്ങനെ പറയും. ഭക്തിയെ പുകഴ്ത്തി പറയും. ഏതായാലും ഋഷഭദേവന്റെ ചരിതം അങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. പിന്നീട് നമ്മൾ ഭരതന്റെ ചരിതമാണ് ഇന്നലെ നമ്മൾ കേട്ടത്. ആ ഭരതന്റെ മുമ്പിൽ ഭദ്രകാളിയായിട്ട് അവതരിച്ചതൊക്കെ നമ്മൾ കേട്ടു. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞ് അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.